ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതൊരു ടച്ച് സെൻസർ അല്ലെങ്കിൽ ടച്ച് സ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടച്ച് സെൻസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കിനി ആവശ്യമുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് VC557 ട്രാൻസിസ്റ്റർ വേണം. ഇതതിൻ്റെ പിൻ ഔട്ട് ഡയഗ്രമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു LED വേണം. അത് ഏത് കളർ വേണം നമുക്ക് എടുക്കാം. പിന്നെ നമുക്കൊരു 470 ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ വേണം. അതുപോലെ തന്നെ ഒരു ജമ്പർ വയർ വേണം കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മുടെ ബ്രെഡ് ബോർഡിലേക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുവാണ്. ഈ ഒരു രീതി വേണം കണക്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഭാഗത്ത് നമ്മുടെ റെസിസ്റ്റർ കണക്ട് ചെയ്യണം, 470 ഓംസ്. അതിനുശേഷം കളക്ടറിൻ്റെ ഭാഗത്തേക്ക് ആ റെസിസ്റ്ററിൻ്റെ ഔട്ടിലേക്ക് നമ്മുടെ LEDയുടെ നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ നോക്കണം LEDയുടെ പോസിറ്റീവ് നെഗറ്റീവ്. നമ്മുടെ നെഗറ്റീവ് കണക്ഷനാണ് ആ ഒരു 470 ഓംസിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ജമ്പർ വയർ ഇട്ടിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നെഗറ്റീവിലേക്കും LEDയുടെ പോസിറ്റീവിലേക്കുമാണ് കൊടുക്കുന്നത്. നമുക്കിതേപോലെ ജമ്പർ വയർ ഇട്ടിട്ട് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ഷനാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു ജമ്പർ വയർ കണക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ജസ്റ്റ് ഒരു ജമ്പർ വയർ ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും. പോസിറ്റീവിൽ നിന്ന് എക്സ്ട്രാ കണക്ഷൻ ഇറക്കണം എന്നില്ല, സർക്യൂട്ടിൽ കൊടുത്ത പോലെ. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ വോൾട്ടേജ് നമ്മളൊരു 9 വോൾട്ട് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ പവർ സപ്ലൈയിൽ. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ കണക്ഷൻ വയർ നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് കൊടുക്കുന്ന 2 വയറുകൾ. അപ്പോൾ 2 ലീഡ് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മൾ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സർക്യൂട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതലും ഇലക്ട്രോണിക്സ് പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.